മനുഷ്യ ജീവിതത്തിൽ ഉത്സവങ്ങൾക്ക് പ്രത്യേക പ്രാധാന്യമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ പകരേണ്ട ഉദാത്തമായ മൂല്യങ്ങളുടെ സന്ദേശവുമായാണ് ഉത്സവങ്ങൾ വന്നെത്തുന്നത്. ബാഹ്യമായ ആഘോഷങ്ങൾക്കപ്പുറം അവ നൽകുന്ന ആത്മീയ സന്ദേശങ്ങൾ നമ്മുടെ ഹൃദയങ്ങളെ തട്ടി ഉണർത്തണം. അല്പനേരം ചിന്തിക്കാൻ നമ്മുടെ ആന്തരിക ജീവിതത്തെ പ്രതിക്കാരമുള്ള ഓർമ്മപ്പെടുത്തലാണവ. സാധാരണ ജനങ്ങളുടെ ജീവിതത്തിൽ സ്നേഹവും വെളിച്ചവും പരത്തിയ മഹാത്മാക്കളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടതാകുമ്പോൾ ഉത്സവങ്ങൾക്ക് പ്രാധാന്യം വർദ്ധിക്കുന്നു. യേശുവിന്റെ ജന്മം ആഘോഷിക്കുന്ന ക്രിസ്മസ് അത്തരമൊരു ആഘോഷമാണ്. ക്രിസ്മസ് സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും കാരുണ്യത്തിന്റെയും ഉത്സവമാണ്. എന്നാൽ സ്നേഹം, സന്തോഷം, കാരുണ്യം എന്നിവ മാമ്പഴം പോലെ പ്രത്യേക സീസണിൽ ഉണ്ടാകുന്നവയല്ല. അവയെ എല്ലാ കാലത്തും ഉൾക്കൊള്ളാനും അനുഭവിക്കാനും കഴിയണം. നമ്മൾ പൊതുവെ മറക്കാൻ ഇഷ്ടപ്പെടുന്ന അത്തരം മൂല്യങ്ങളെ കുറിച്ച് നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ് ഉത്സവങ്ങൾ ചെയ്യുന്നത്. ശ്രീരാമനും ശ്രീകൃഷ്ണനും ബുദ്ധനും ക്രിസ്തുവും നബിയും ഒക്കെ ജീവിതത്തിൽ കഠിനമായ വെല്ലുവിളികൾ നേരിട്ടാണ് അനശ്വരരായത്. അത് നമ്മൾ മറക്കരുത്. വെല്ലുവിളികൾക്ക് മുൻപിൽ കടന്നു പോവുക, അവയെ വിജയത്തിലേക്കുള്ള ചവിട്ടുകൂടലാക്കി മാറ്റുക എന്നതാണ് അവരുടെ മഹത്വം. ശരിയായ മനോത്തോടെ ശ്രേഷ്ഠമായ ലക്ഷ്യത്തിനായി നമ്മൾ പ്രയത്നിക്കുന്നുവെങ്കിൽ അതിനെ തേടാൻ ലോകത്തിൽ ഒരു ശക്തിക്കും സാധ്യമാണ്. അതാണ് അവരുടെ ജീവിതം നമുക്ക് കാണിച്ചു തരുന്നത്. അതുകൊണ്ട് ആയിരക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞിട്ട് അവരുടെ മാതൃക നമുക്ക് ശക്തിയും പ്രചോദനവും പകർന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ ആഘോഷങ്ങളും ചടങ്ങുകൾക്കും അപ്പുറം നിശബ്ദമെങ്കിലും ശക്തമായ ഒരു ആഹ്വാനം ക്രിസ്മസ് നൽകുക. അപബോധത്തോടെ ജീവിക്കുക, കൂടുതൽ ആഴത്തെ സ്നേഹിക്കുക, കൂടുതൽ ദൈവത്തോടെ പെരുമാറുക, കരുണ കാണിക്കുക. വിമർശനത്തിന് പകരം ക്ഷമയും, ഉദാസീനതയ്ക്ക് പകരം കാരുണ്യവും, നിരാശയ്ക്ക് പകരം പ്രത്യാശയും ആ വാക്കിലും നോക്കിലും പ്രവൃത്തിയിലും പ്രതിഫലിക്കുമ്പോൾ നന്മയുടെ വെളിച്ചത്തിന് പ്രഭയത്. മഹാത്മാക്കളുടെ ജീവിതം നമ്മുടെ മനസ്സിനെ നവീകരിക്കുകയും നമ്മെ സമാധാനത്തിന് സന്ദേശവാഹകർ ആക്കട്ടെ. ആഘോഷങ്ങൾ അവസാനിച്ചു കഴിഞ്ഞാലും ആ വെളിച്ചം തമ്മിൽ പ്രകാശിച്ചുകൊണ്ടിരിക്കട്ടെ. നമ്മുടെ മറ്റുള്ളവരുടെയും പാതകളിൽ ഇത് പ്രകാശം പരത്തട്ടെ. അതിന് നമ്മുടെ എല്ലാവരെയും കൃപ അനുഗ്രഹിക്കട്ടെ.